ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ 14ാം സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയുമില്ല. ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ 31 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് അർദ്ധരാത്രിയിൽ പുറത്തുവിട്ടത്. വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ സംസ്ഥാന നേതാക്കൾ രാഹുൽ ഗാന്ധിയെ ആശങ്കയറിയിച്ചു. അനിശ്ചിതത്വം സംസ്ഥാനത്തെ പ്രചാരണത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും നേതാക്കൾ അറിയിച്ചു. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ തീരുമാനം വ്യക്തമാക്കുമെന്ന് കരുതിയ തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും രാഹുൽ നിലപാട് വ്യക്തമാക്കിയില്ല. ബീഹാർ, ഉത്തർപ്രദേശ്, അസം എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തെപ്പറ്റി മാത്രമായിരുന്നു ചർച്ച. തീരുമാനം പ്രതീക്ഷിച്ച കേരളത്തിൽ നടക്കമുള്ള നേതാക്കളെ നിരാശരാക്കിക്കൊണ്ടാണ് രാഹുലിന്റെ മൗനം. ഇതോടെ വയനാട്, വടകര മണ്ഡലങ്ങളിലെ പ്രഖ്യാപനം വൈകുന്നതിൽ കേരള നേതാക്കൾ ഹൈക്കമാൻഡിനെ ആശങ്ക അറിയിച്ചു. പ്രചാരണത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നു. അണികൾക്കിടയിൽ ആവേശം ചോർന്നതിനാൽ ഇനി രാഹുൽ വരേണ്ടത് അനിവാര്യമെന്നാണ് ഇവർ നൽകിയ സന്ദേശം. എന്നിട്ടും രാഹുൽ കൃത്യമായ മറുപടി നൽകിയില്ലെന്നാണ് സൂചന. രാഹുൽ വയനാട്ടിൽ മത്സരിക്കാൻ സാധ്യത മങ്ങുമ്പോഴും എന്തുകൊണ്ട് അന്തിമ തീരുമാനം വ്യക്തമാക്കുന്നില്ലെന്നതാണ് നേതാക്കളെ കുഴക്കുന്ന ചോദ്യം. UPA കക്ഷി നേതാക്കളായ ശരത് പവാർ, ദേവഗൌഡ എന്നിവരും ശരത് യാദവും കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ മത്സരിക്കരുതെന്ന ആവശ്യം ശക്തമായി ഉന്നയിച്ചിരുന്നു. മുഖ്യശത്രു BJP ആയതിനാൽ കർണാടകയിൽ മത്സരിക്കണമെന്നാണ് ഇവരുടെ അഭിപ്രായം. എം ഉണ്ണികൃഷ്ണൻ, News 18, ഡൽഹി.